സ്റ്റൂ അങ്ങോട്ട് ഉണ്ടാക്കാം, വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ അതേ ഞാൻ കുറച്ച് നെയ്യായിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണേ. കാരണം നമ്മൾ ഇന്ന് നെയ്യിലാണ് നമ്മളുടെ സ്റ്റൂ ഉണ്ടാക്കുന്നത്. ഇന്ന് മസാലകൾ ഞാൻ പൊടിച്ചല്ല കേട്ടോ ചേർക്കണേ, ഒന്ന് ചതച്ചിട്ടാട്ടോ ചേർക്കണേ. അപ്പോൾ അത് ഞാൻ ചെറിയൊരു ഇതിലിട്ടൊന്ന് ചതച്ച് ഒരു തക്കോലം, ഒരു 4-5 ഗ്രാമ്പൂ, ഒന്ന് പയ്യൊന്ന് ചതച്ചാൽ മതി. കറുകപ്പട്ട ഇട്ടിട്ടുണ്ട്, ഒരു 5-6 കുരുമുളക്, ഇത്രയും കൂട്ടി. പിന്നെ ഒരു സ്വല്പം നമ്മളുടെ പെരിഞ്ജീരകം അതും ഇതിനകത്തേക്ക് പയ്യെ ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് പയ്യെ ചതച്ചതിന് ശേഷം നമുക്ക് ആ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ നമുക്കിതിലേക്ക് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർക്കണേ. ഒരു സവോള, ഒരു ചെറിയ ഇഞ്ചി ചെറുതായി സ്ലൈസാക്കി അരിഞ്ഞിട്ടുണ്ട്, ഒരു 6 പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ മസാലകൾ പൊടിച്ചാൽ ചേർത്തത്. ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ആണല്ലോ, നമ്മളിതിൽ ഇപ്പോൾ നോണൊന്നും കഴിക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞങ്ങളിന്ന് അപ്പത്തിൻ്റെ കൂടെ കേട്ടോ ഈ സ്റ്റൂ റെഡിയാക്കണത്. അതേ നമ്മളുടെ സവോളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റി വരാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് ഇളകി കൊടുക്കാം. നമ്മളിത് ശരിക്കും അങ്ങോട്ട് ചുമന്ന പരുവൊന്നും ആക്കി വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സ്റ്റൂവിനൊക്കെ ആകുമ്പോൾ ഒക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി, അധികം ഇതാവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു 2 ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് തൊണ്ട് തുറന്നത് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ 2 ക്യാരറ്റും. ഇനി നമുക്കിത് നമ്മളുടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കത് ചേർക്കാം. പിന്നെ ഞാനിത് വേവിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇത് കുക്കറിലാണ് വേവിച്ച ആ സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ ഓണാക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണേ. ഇത് പുഴുങ്ങിയത് ഞാൻ ലേശം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഇത് പുഴുങ്ങിയെടുത്തത്. അപ്പോൾ നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങിലേക്കും ക്യാരറ്റിലേക്കും ആ ഉപ്പ് പിടിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വെറുതെ പുഴുങ്ങിയെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കും. ഇതൊന്നും അങ്ങോട്ട് ഇതായിട്ടൊന്ന് യോജിച്ചിട്ട് നമുക്ക് 2ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കളറൊക്കെയാണ്. ആ നെയ്യിൽ നമ്മൾ ശരിയാക്കുമ്പോഴായിട്ട് ഒരു നല്ല പ്രത്യേക കളറും ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മളുടെ കുറച്ച് 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം. കുറച്ച് മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നല്ല വലിയൊരു മുഴുവൻ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് തിളക്കട്ടെ. അപ്പം നമ്മൾ 2ാം പാൽ ഒഴിച്ചില്ലേ, അത് നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്. ഇത് സ്റ്റൂ ആണ്, വെജിറ്റബിൾ സ്റ്റൂ. നമ്മൾ ഇന്നലെ അപ്പം ഉണ്ടാക്കിയില്ലേ, അപ്പം നമ്മൾ അപ്പത്തിന് കറിക്കായിട്ട് നമ്മൾ ചെയ്തില്ലേ, ആ സ്റ്റൂ തന്നെ ഞാൻ ഇന്ന് ഇച്ചിരി തീർന്നു പോയി ഇന്നലെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കാരണം ഇന്ന് ഇത്തിരിയും കൂടി ഉണ്ടാക്കി നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്നുകൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇന്നലെ അത്? അപ്പം അത് നല്ല ഞങ്ങളുടെ നല്ല മഴയുണ്ട് ഇപ്പോൾ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ അപ്പവും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പുറത്ത് നല്ല മഴയാണ്. ഈ നല്ല മഴയത്ത് അപ്പവും സ്റ്റൂ ഒക്കെ കൂടി കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി അപ്പം സ്റ്റൂവിൻ്റെ പണികളിലേക്ക് അങ്ങോട്ട് തുടങ്ങാം. ഇത് നോക്കിയേ, എന്ത് മഴയാന്ന് നോക്കിയേ. ഇതേപോലെ ഒരു മഴ ഇത്ര ദിവസം പെയ്തിട്ടില്ല. ഓണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ഒക്കെ നോക്കിയേ. നല്ല കറുത്ത് കാർമേഘം കൊണ്ട് നിറഞ്ഞേക്കാണിത് എല്ലാവരും. നോക്കിയേ, ഞങ്ങളുടെ ഇപ്പോഴും ഞങ്ങളുടെ പ്ലാവുമ്പോൾ 2 ചക്ക കിടപ്പുണ്ടല്ലോ, അത് നോക്കിയേ ഗൈസ്. ഞങ്ങളുടെ പ്ലാവയിൽ 3 ചക്ക കിടക്കണുണ്ടാ. പക്ഷെ മഴയൊക്കെ പെയ്താറിനോണ്ടില്ല, ചക്ക ഒരു രസമില്ല. ഇപ്പോൾ ഞങ്ങളത് ഇട്ട് ഒരു ചക്കരിശ്ശേരിയൊക്കെ ഉണ്ടാക്കണം എന്ന് കരുതി. പക്ഷെ ഒരെണ്ണം ഇട്ട് നോക്കിയിട്ട് ടേസ്റ്റ് ഇല്ല. അത് കാരണം ഈ ചിങ്ങമാസത്തിൽ 3 ചക്ക കിടപ്പുണ്ട്. മുകളിൽ 3 അല്ല 4 എണ്ണം ഉണ്ട്. അപ്പം നമ്മളുടെ കാക്കയ്ക്കും അണ്ണാനും പിന്നെന്താ വവ്വാലിനൊക്കെ ഒരു തീറ്റയായിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് വെച്ചാൽ അതുങ്ങൾ ഭയങ്കര ഒച്ചപ്പാടാണ് എല്ലാ ദിവസവും ഇവിടെ.
A few moments later. തിളച്ചു ദേ അതൊക്കെ ആയിട്ട് യോജിച്ചു വിട്ടാ ഇനി നമുക്ക് നമ്മളുടെ ആദ്യ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കട്ടിയുള്ള പാലിട്ട ഏറ്റവും കട്ടിയുള്ള പാല്. പാലൊഴിച്ചാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നങ്ങോട്ട് ചൂടായാൽ മതി. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ ഇന്നലെ ഇട്ട അപ്പല്ലേ അതിൻ്റെ ഒപ്പം ഇത് മാച്ച് ആവൂലേ? ഇന്നലെ ഇട്ടപ്പം എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കണ്ട. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് തരാം, എല്ലാവരും അതിൽ ചെന്നൊന്ന് കാണാം. അതുകൊണ്ട് ഈ സ്റ്റൂവിൻ്റെ നിങ്ങൾക്ക് ഈ സ്റ്റൂ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻസ് ഒക്കെ തരാം. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വെറൈറ്റി പുതിയ പുതിയ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ടക്കെന്ന് കിട്ടാനായിട്ട് ബെൽ ബട്ടനോടെ അമർത്താ. ലേശം ഉപ്പിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊടിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നിമ്മനൊന്ന് ഒരി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അപ്പത്തിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാം. നോക്കിയേ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ സ്റ്റൂയുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി. കണ്ടാ, ഈ റൂം മുഴുവൻ അതിൻ്റെ സ്മെല്ലാട്ടാ. അപ്പോൾ അതേ എല്ലാവരും കാണാം. എൻ്റെ മോള് പറഞ്ഞ പോലെ കണ്ട് കമൻസൊക്കെ തരിക. പിന്നെ എന്താണ് നിങ്ങൾ കണ്ടിട്ട് ലൈക്കും ചെയ്യുക. അപ്പോൾ ഞങ്ങളിനി അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.